ദൈവത്തിന് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ചിലരൊക്കെ അങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചു തന്നിട്ടുണ്ട്. പരിത്യാഗത്തെ സ്നേഹിച്ചവൾ, ഉണ്ണീശോയുമായി എന്നും ചങ്ങാത്തം പുലർത്തിയിരുന്നവൾ, ചെറിയ ചെറിയ ആശയടക്കങ്ങൾ ചെയ്ത് ഉണ്ണീശോയെ പ്രസാദിപ്പിക്കുവാൻ ആ യുവകന്യാസ്ത്രീ എന്നും ശ്രദ്ധിച്ചിരുന്നു. അതെ, വിശുദ്ധ കൊച്ചുത്രേസ്യ. ആഗോള മിഷണറിമാരുടെ മധ്യസ്ഥയായ അവൾ ഉണ്ണീശോയ്ക്ക് വിശുദ്ധമായ ചെറിയ ഒരു സൂനം പോലെ തന്നെ സമർപ്പിച്ചിരുന്നു. ഉണ്ണീശോയുടെ കളിപ്പന്ത് എന്നാണ് അവൾ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. ഉണ്ണീശോയ്ക്ക് അവളെ തട്ടാനും എറിയാനും കളിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവൾ കൊടുത്തിരുന്നു. നന്നേ ചെറുപ്പത്തിൽ അപ്പച്ചൻ കൊച്ചുത്രേസ്യയുമായി സായാഹ്ന സവാരിക്ക് ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു യാചകനെ കാണുകയും അപ്പച്ചൻ കൊച്ചുത്രേസ്യയുടെ കൈകളിൽ പണം നൽകി അത് അയാൾക്ക് നൽകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം ആ ഭിക്ഷ സ്വീകരിച്ചില്ല. അദ്ദേഹം തിരസ്കരിക്കാത്ത ഒരു സമ്മാനം നൽകണമെന്ന് അന്നു മുതൽ കുഞ്ഞു ത്രേസ്യയുടെ മനസ്സിൽ ഉദിച്ചു. അങ്ങനെ 1884 മെയ് 8-ാം തീയതി വിശുദ്ധ കൊച്ചുത്രേസ്യ ഈശോയെ നാവിലും ഹൃദയത്തിലും ആദ്യമായി സ്വീകരിക്കുന്ന ആ പുണ്യദിനം വന്നു ചേർന്നു. ചേച്ചിമാരുടെ ലാളനകളും പ്രാർത്ഥനകളും ഏറ്റുവാങ്ങി വെള്ളവസ്ത്രം ധരിച്ച് വിശുദ്ധിയോടെ അവൾ കുർബാന സ്വീകരിച്ചു. ആദ്യ കുർബാന സ്വീകരിക്കുന്ന ദിവസം ചോദിക്കുന്നതൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞു കേട്ട അവൾ ഏറ്റവും ശക്തമായി പ്രാർത്ഥിച്ചത് ആ ഭിക്ഷ യാചിച്ച വ്യക്തിക്ക് വേണ്ടിയാണെന്ന് തന്റെ ആത്മകഥയായ നവമാലികയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയരെ, കേവലം 24 വയസ്സുവരെ മാത്രം ജീവിച്ച് സ്വർഗം പോകിയ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നു. ഈ ഭൂമിയിൽ ഈശോയെ മറ്റാരും സ്നേഹിക്കാത്തതുപോലെ തനിക്ക് സ്നേഹിക്കണമെന്ന വാശിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയെ വിശുദ്ധ പദവിയിലേക്ക് എത്തിച്ചത്. ഉണ്ണീശോയ്ക്കെന്നു ചക്കരയുമ്മകൾ സമ്മാനിച്ചിരുന്ന ചെറു പുഷ്പത്തിന്റെ ജീവിതം നമുക്കും മാതൃകയാക്കാം. സ്വർഗത്തിൽ നിന്നും അനുഗ്രഹത്തിന്റെ ചെറു പുഷ്പങ്ങൾ വിശുദ്ധ കൊച്ചുത്രേസ്യ വിടരട്ടെ. കൊച്ചുത്രേസ്യയെ പോലെ നമുക്കും പറയാം, എന്റെ പൊന്നു ഈശോയ്ക്ക് 1000 ചക്കരയുമ്മ. നീ ദൈവത്തിന് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ചിലരൊക്കെ അങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചു തന്നിട്ടുണ്ട്.